മുതലാളിയല്ലേ? സാറ് പുറത്തു പോയതാ, മകളുണ്ട്. എന്താ കൃഷ്ണകുട്ടി? ഇയാൾക്ക് സാറിനെ ഒന്ന് അടിയന്തരമായിട്ട് കാണണം. എന്താ കാര്യം? നേരിട്ട് പറയാനുള്ളതാണ്. അദ്ദേഹം പോരും. അറിയില്ല. വന്നാൽ ഞാൻ ഡിക്രൂസ് അന്വേഷിച്ചായി പറയണം. ആ കാര്യത്തിലെടുത്ത തീരുമാനം ഇന്ന് തന്നെ 2-1 തന്നെ അറിയിക്കാൻ. ശരി. പോലീസുകാരെ കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ജ്വല്ലറിക്കാർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുള്ളൂ. എന്തോന്ന്? ഒരു കള്ളൻ കളവ് മുതൽ ഇന്നയിടത്ത് വിറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ ആ കടക്കാരന്റെ പാടായി. സത്യം മറിച്ചായാലും കള്ളന്റെ വാക്കേ നിങ്ങൾ പോലീസുകാർ വിശ്വസിക്കൂ. സോഡയില്ല. ഡോക്ടർ പറഞ്ഞതിന് ശേഷം മോൾ അല്പം സ്ട്രിക്റ്റാ. വരട്ടെ, ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കുമെങ്കിലേ ഈ സൽക്കാരം സ്വീകരിക്കും. അതിന് ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറയാം. ഇവിടുത്തെ കസ്റ്റംസ് കളക്ടർ മിസ്റ്റർ വേണു എന്റെ അടുത്ത സുഹൃത്താണ്. അയാൾ നിർബന്ധിച്ചതുകൊണ്ടുകൂടിയാ ഞാൻ. ദൈവമേ, മോള് വന്നെന്ന് തോന്നുന്നു. അച്ഛനെത്തിയില്ലേ? അകത്തുണ്ട്. കമ്മീഷൻ സാറുമായി കൂടാൻ പോവാ. ഒന്നും മിണ്ടാതെ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഇതിനായിരുന്നു അല്ലേ? അല്ല മോളെ, പ്രൈവറ്റ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ വിളിച്ചതായിരുന്നു. ആ പിന്നെ ഒരു ഡിക്രൂസ് അച്ഛൻ അന്വേഷിച്ച് കടയിൽ വന്നിരുന്നു. ഇന്ന് തന്നെ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഡിക്രൂസനല്ലേ പ്രതി? അതെ. ആരാച്ചാള്? സ്മഗ്ലേഴ്സിന്റെ ഒരു ഏജന്റ്. അക്കാര്യം സംസാരിക്കായിരുന്നു ഞങ്ങൾ. നിന്റെ അച്ഛനൊന്ന് സഹായിച്ചാൽ അവനെ കയ്യോടെ പിടികൂടാം. ഞാൻ എന്ത് പറഞ്ഞിട്ടും ഈ മനുഷ്യന്റെ തലയിൽ കയറുന്നില്ല. എന്താ അച്ഛാ അത്? ഈ സ്മഗ്ലേഴ്സ് കാരണമല്ലേ നമ്മുടെ ബിസിനസ് നശിക്കുന്നത്? ചുരുങ്ങിയ വിലയ്ക്ക് അവന്മാരുടെ പൊന്നു വാങ്ങി പണിയുന്നവരോട് നമുക്ക് മത്സരിച്ച് ജയിക്കാനാവില്ലെന്ന് അച്ഛൻ തന്നെ പറയാറില്ലേ? അവന്മാരെ പിടിപ്പിക്കാൻ നമ്മളെന്തിനാ മടിക്കുന്നത്? യെസ്, യു സെഡ് ഇറ്റ്. എടോ പിള്ളേ, പണത്തിന് വേണ്ടി ഇൻഫോമേഴ്സ് ആവുന്നവരുണ്ട്. ആ നിലയ്ക്കല്ല ഞാൻ തന്നോട് പറയുന്നത്. ഇതൊരു ദേശീയ സേവനമായി കരുതണം. ഐ മീൻ എ സർവീസ് ടു അവർ നേഷൻ. താൻ ഇനി ഒന്നും ആലോചിക്കണ്ട. സാധനം വിലക്കെടുക്കാവുന്ന അവരോട് സമ്മതിക്കും. ഇന്ന് രാത്രി തന്നെ അത് ഇവിടെ കൊണ്ടുവരാൻ പറ. നീ എന്നെ ഒറ്റിക്കൊടുത്തല്ലേടാ? ഇതിന് 12 ക്രോസ് തിരിച്ചു വന്നിട്ട് എടാ നിന്നെ ഞാൻ വെറുതെ വിടുവന്ന് കരുതണ്ട. മുതലാളിയില്ലേ? ഉണ്ട്. എന്താടാ മുതലാളി? ആ കൃഷ്ണപിള്ള നമ്മളെ ചതിച്ചു. ഓന്റെ പെരയിൽ കസ്റ്റംസുകാര് ഡിക്രൂസിനെ പോലും പിടിച്ച്. മാഡത്തെ വിവരം അറിയിക്കണ്ടേ? ആദ്യം വക്കീലുമായി ആലോചിച്ചൊരു വഴി കണ്ടെത്തണം, എന്നിട്ട് അറിയിക്കാം മാഡത്തിന്. മിസ്റ്റർ ഹുസൈൻ സാഹിബ്, പലതവണ ജയിലിൽ പോയ നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമാവില്ല. എന്റെ കാര്യം അങ്ങനെയല്ല. കൊല്ലങ്ങളായി ഈ രാജ്യത്ത് ഞാൻ നേടിയെടുത്ത എന്റെ സ്റ്റാറ്റസ് 12,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ ഉടമ കൂടെയാണ് ഞാൻ. ഹലോ, ഗൾഫീന്ന മിസ്റ്റർ ഷാ. എന്താ ഞാൻ അദ്ദേഹത്തോട് പറയാ? क्या हो रहा है उधर? अगर करोड़ रुपए का नुकसान करना है तो तुम किस मर्जी दवा हो?
प्लीज मिस्टर शाह। I don't want any explanation. जितने पैसों का नुकसान हुआ है वो तुम्हीं को पूरा करना पड़ेगा. That's all. ആ കൃഷ്ണപിള്ള ഇങ്ങനെ നമ്മളെ ചതിക്കുമെന്ന് കരുതിയില്ല. ആ ഹമുക്കനെ വെട്ടി കൊടുക്കണം. ഡിക്രൂസിന്റെ കാര്യം അന്വേഷിച്ചോ? കഴുത്ത് പോയാലും ഓ നമ്മളെ പേര് പുറത്ത് പറയൂല. എന്തായാലും പെട്ടെന്ന് ഓനെ ജയിലിൽ നടക്കണം. ക്ലിയർ എവിഡൻസോടെ ചാർജ് ചെയ്ത കേസ് എവിഡൻസ് ശ്രമിച്ചു നോക്കണം. ഇതിലും വലിയ എവിഡൻസ് ഒക്കെ നമ്മൾ നേരിട്ടിട്ടില്ലേ? ആ പിന്നെ എനിക്ക് കേസിലുള്ള ഇൻട്രസ്റ്റ് പുറത്തറിയരുത്. ഡിക്രൂസിനോട് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഞാൻ എല്ലാരെയും കണ്ടിട്ടുണ്ട്. ഇനി സിഗരറ്റിനും ലിക്കറിനും പുറമെ മറ്റു വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട. എപ്പോഴാ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുക? 6 മാസം, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. ശരിയാക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ പെൺകുട്ടികൾക്ക് അവന് ഒരു സൗകര്യം കൊടുക്കില്ല. ഇനി ചെയ്യില്ല. ഫൈനൽ മാച്ചാ. കേസ് ചാർജ് ചെയ്യണം സാർ. തൽക്കാലം ജാമ്യത്തിലെങ്കിലും വിടണം. അച്ഛനും വന്നോളൂ, മാൻ ഗോൾ അടിക്കുന്ന കാണാം. കോട്ടേച്ചാ. ഹലോ. ഇല്ല. ആര് വിളിച്ചെന്ന്? അറിയില്ല അങ്കിൾ. പലതവണയായി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം അന്വേഷിച്ചാ പോരാ. ഒരു സിറ്റിയുടെ മുഴുവൻ ചുമതലയുണ്ട്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. അങ്കിൾ. ഹലോ അങ്കിൾ. മുസ്ലിം പള്ളി ആക്രമിച്ചു, മതപുരോഹിതനെ വെട്ടിക്കൊന്നു. ഇന്നലെ രാത്രി മുഖം മൂടിയിട്ട ഏതാനും അക്രമികൾ തേഞ്ഞിക്കൽ ജുമായത്ത് പള്ളിയിൽ അതിക്രമിച്ചു കടന്ന് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുസ്ലിയാർ ഇബ്രാഹിം കുട്ടി എന്ന 33-കാരനെ ക്രൂരമായി വെട്ടിക്കൊന്നു. പോലീസ് അന്വേഷണം തുടരുന്നു. അതിന് നമ്മളെന്ത് വേണം? ഞാനൊരു ബിസിനസ്സുകാരനാണ്. പള്ളിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിങ്ങളുടെ കൂട്ടത്തിൽ റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ കൂട്ടർ മാത്രമല്ലല്ലോ, എല്ലാ മതക്കാരും സംഘടനക്കാരും ഉണ്ട്. പ്രകടനം നയിക്കുന്ന തന്നെ മാഡമാണ്. ഇന്നത്തെ പ്രതിഷേധ പ്രകടനം മാഡമാണ് നയിക്കുന്നത് കേട്ടല്ലോ. അവർ നിർബന്ധിച്ചിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ. ഇന്നത്തെ പ്രൊസഷന് പോലീസ് സെക്യൂരിറ്റി ഉണ്ടാവില്ലേ? യെസ്, എനിക്കാണ് അതിന്റെ ചാർജ്. അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇടപെടരുത്. എന്താ കാര്യം? കമ്മത്തി സ്റ്റേറ്റിലേക്ക് പോലീസിനെ വിടരുത്. പുറത്തു വെച്ച് നിങ്ങൾ അവരെ തടയണം. ബാക്കി കാര്യം ഞങ്ങളെ. Come in, sir. Yes. പ്രകടനക്കാരുടെ നേരെ ആരോ ബോംബെറിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. സെക്യൂരിറ്റിക്ക് പോയ പോലീസുകാരിൽ ചിലർക്കും പരിക്കുണ്ടത്രേ. ഓ, ആ മുരുകനെ ഒരിടത്ത് വിളിച്ചിട്ടും കിട്ടുന്നില്ല. വല്ല ക്ലബിലോ ബാറിലോ പോയി കിടക്കുന്നുണ്ടാവും. അലക്സ് ഉടനെ സ്പോട്ടിലെത്തണം. അറിഞ്ഞിടത്തോളം അവിടെ വലിയ കുഴപ്പമാണ് നടക്കുന്നത്. ഫോഴ്സ് മതിയാവില്ല. സാർ മെർസോർ ക്യാമ്പിലേക്ക് വിളിക്കണം. ഏത് നരകത്തിലേക്കെങ്കിലും വിളിക്കേ. എനിക്ക് വയ്യ. പ്രഷർ കൂടിയോണ്ട് തല ചുറ്റുന്നു. സർ, സാറിന് ഫോണുണ്ട്, കമ്മീഷണർ ഓഫീസിൽ നിന്ന്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേട്ടാ. പെട്ടെന്ന് മാറ്റോ. താമസിച്ചാൽ അവന്മാർ തമ്മിൽ തല്ലി ചാവും.